every hour. ഒരു ഫോൺ ക്യാമറയ്ക്കും സോഷ്യൽ മീഡിയയ്ക്കും ഒരാളുടെ ജീവിതം എത്രമേൽ തകർക്കാനാകും? ആ ചോദ്യത്തിന് മുന്നിൽ ഒരു നോവായി മാറിയിരിക്കുകയാണ് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപകിന്റെ മരണം. ബസ്സിനുള്ളിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് ഒരു യുവതി ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിന് പിന്നാലെയാണ് ദീപക് സ്വയം ജീവിതം അവസാനിപ്പിച്ചത്. എന്നാൽ വസ്തുതകൾ പുറത്തുവരുമ്പോൾ കേരളക്കരയാകെ നൊമ്പരപ്പെടുകയാണ്. സ്വന്തം സുഹൃത്തിനെ രക്തദാനം ചെയ്ത് ആ പുണ്യം പേറി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ദീപക്. ആ യാത്രക്കിടയിലാണ് തന്നെ സ്പർശിച്ചു എന്നാരോപിച്ച് യുവതി ദൃശ്യങ്ങൾ പകർത്തിയതും സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയതും. നാട്ടിലും വീട്ടിലും മാന്യനായി ജീവിച്ച ദീപകിന് ആ അപമാനം താങ്ങാനായില്ല. താൻ നിരപരാധിയാണെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ നിൽക്കാതെ അദ്ദേഹം മരണത്തിലേക്ക് നടന്നുകയറി. സന്തോഷ് പണ്ഡിറ്റിന്റെ പ്രതികരണം ഏറ്റവും ശ്രദ്ധേയമാണ്. ഈ സംഭവത്തിൽ ശക്തമായ ഭാഷയിലാണ് സന്തോഷ് പണ്ഡിറ്റ് പ്രതികരിച്ചത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഇദ്ദേഹം നിരപരാധിയാണെങ്കിൽ ഈ അവസ്ഥയെ ധൈര്യപൂർവ്വം നേരിടണമായിരുന്നു. തന്റെ നിരപരാധിത്വം ലോകത്തിന് മുന്നിൽ തെളിയിക്കണമായിരുന്നു എന്ന് പണ്ഡിറ്റ് കുറിച്ചു. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷനും അന്തസ്സുണ്ടെന്ന് ഓർമ്മിപ്പിച്ച പണ്ഡിറ്റ് പുരുഷന്മാർക്ക് ഒരു ഉപദേശവും നൽകുന്നു. ഭയം വേണ്ട, ജാഗ്രത മതി. സ്ത്രീകൾക്കരികിൽ നിൽക്കുമ്പോൾ പരമാവധി ജാഗ്രത പാലിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നതിനെതിരെയും വലിയ വിമർശനം ഉയരുന്നുണ്ട്. വെറും റീച്ചിനും പണത്തിനും വേണ്ടി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാതെ സത്യസന്ധമായ പരാതിയുണ്ടെങ്കിൽ പോലീസിനും കോടതിക്കുമാണ് കൈമാറേണ്ടത്. ഇത്തരം നിയമങ്ങൾ ദുരുപയോഗം ചെയ്താൽ ഭാവിയിൽ യഥാർത്ഥ ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് പോലും നീതി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന് പണ്ഡിറ്റ് മുന്നറിയിപ്പ് നൽകുന്നു. ദീപകിന്റെ മരണം ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഒരു ദൃശ്യം പങ്കുവെക്കുന്നതിന് മുൻപ് അത് ഒരാളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ദീപകിന്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ വീഡിയോ പ്രചരിപ്പിച്ച യുവതിയുടെ മാനസിക പീഡനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഇതിനോടകം DGPക്ക് പരാതി പോയി കഴിഞ്ഞു. ദീപകിന് നീതി ലഭിക്കട്ടെ. നിയമങ്ങൾ ആരെയും വേട്ടയാടാനുള്ളതാകരുത്.